ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അടിപൊളി ഒരു ക്ലീനപ്പ് റുട്ടീനാണ്. ഇനി വിഷു വരാനായിട്ട് 12 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ആ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ ട്രാൻസ്ഫോം ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ക്ലീനപ്പ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതെന്നും, ഡെയിലി നമുക്ക് ക്ലീനപ്പ് ചെയ്യാനായിട്ട് എന്തായാലും പറ്റില്ലല്ലോ, അതിൻ്റെ ആവശ്യവും ഇല്ല. അപ്പോൾ ഇതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത്, ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്ക് എങ്ങനെ സ്കിൻ നന്നായിട്ട് ഗ്ലോയിങ് ആക്കി വെക്കാനായിട്ട് പറ്റും, എന്തൊക്കെ സ്റ്റെപ്സാണ് ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. പറയാനുള്ളത്, നമ്മൾ ഓൾറെഡി ആ ടൈറ്റിലിൽ പറഞ്ഞ ബിഗ് അനൗൺസ്മെൻ്റ് ഉണ്ടല്ലോ, അത് വീഡിയോയുടെ എൻഡിൽ ഞാൻ ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ക്ലെൻസർ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് തിരിഞ്ഞിരിക്കുന്നതാണ് കേട്ടോ, ബ്രൂവിൻ്റെ 2 രൂപയുടെ പാക്കറ്റാണ്. അതിനുശേഷം നമുക്കിത് ഒരു പാത്രത്തിലോട്ട്, ഒരു ബൗളിലോട്ട്, കുഞ്ഞു ബൗളിലോട്ട് ആക്കി കൊടുക്കുക. കുറച്ച് മാത്രം മതി. അതിനുശേഷം നമുക്കതിലോട്ട് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് റോസ് വാട്ടർ തന്നെ എടുക്കണം എന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് പാലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പക്ഷേ റോസ് വാട്ടർ നല്ലതാണ്, നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ക്ലീൻ ചെയ്യും. എനിക്ക് ഓയിലി സ്കിന്നാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് റോസ് വാട്ടറാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ pH ബാലൻസ് ചെയ്യാൻ നല്ലതാണ്. നമ്മുടെ സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ആക്കാനും, അതുപോലെ നമ്മുടെ സ്കിന്നിന് ഒരു നല്ല സൂത്തനിങ് എഫക്റ്റും ഒക്കെ തരാനായിട്ട് ഈ സമ്മർ ടൈമിൽ അടിപൊളിയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും റോസ് വാട്ടർ പ്രിഫർ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ പാലോ തൈരോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി. ഇത് നന്നായിട്ട് നമ്മുടെ കോഫി പൗഡറുമായിട്ട് മെൽറ്റാവും. കോഫി പൗഡർ ആയതുകൊണ്ട് കട്ടയായിട്ടുണ്ടാവും, അങ്ങനെയൊന്നുമില്ല. നമ്മളത് എടുത്ത ഉടനെ തന്നെ മിക്സ് ചെയ്യല്ലേ, അതുകൊണ്ട് നല്ലതായിട്ട് മിക്സായി കിട്ടും. ചൂടുവെള്ളമോ അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ, സാധാരണ തണുത്ത പാല്, തണുത്ത റോസ് വാട്ടർ, അങ്ങനെ അതൊക്കെ മതി കേട്ടോ. ഓക്കെ, അതിനുശേഷം ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയണേ. അത് വീഡിയോയുടെ തുടക്കം മുതലേ പറഞ്ഞത്, വീഡിയോ കണ്ടിന്യൂസ് കാണണം, അപ്പോഴേ നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുള്ളൂ. ഈ ഒരു ക്ലെൻസർ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്, കാരണം ഇതിൽ സ്ക്രബിങ് ഏജൻ്റ് ഒന്നുമില്ലല്ലോ, ഭയങ്കര സിമ്പിളാണ്. നോർമലി ഉള്ള ഫേസ് വാഷ് യൂസ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇത് നമ്മൾ ചെയ്യുന്നത്. സെക്കൻഡ് ക്ലെൻസറായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം സ്ക്രബ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് കുറച്ച് അരിപ്പൊടിയും കുറച്ച് ലൂസായിട്ടുള്ള മോര് മാതിരി ഇരിക്കുന്ന തൈരിൻ്റെ ആ വെള്ളം ഉണ്ടല്ലോ, അതും ആഡ് ചെയ്ത് കൊടുത്തിട്ട് കോഫി പൗഡറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. സ്ക്രബ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി കട്ടിയായിട്ട് എടുക്കുന്നില്ല, കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. വൈ ബിക്കോസ് നമുക്ക് സ്ക്രബ് ചെയ്യാൻ നല്ല സ്മൂത്തായിട്ടാണ് വേണ്ടത്. അത് അവിടെ ഇവിടെയും കൊണ്ടിട്ട് ഇങ്ങനെ ടൈറ്റ് ആവുന്ന മാതിരി സ്ക്രബ് നമുക്ക് ആവശ്യമില്ല. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന മാതിരി തന്നെയാണ്, ഇത് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട്, നല്ല വാട്ടറി ആയിട്ടുള്ള സ്ക്രബ്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഇല്ലാതെ സ്ക്രബ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സ്ക്രബിങ് നമ്മൾ ആഴ്ചയിൽ 1 തവണ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒത്തിരി ഡാമേജ്ഡ് സ്കിന്നാണ്, നിങ്ങൾ ഒത്തിരി പുറത്ത് പോകുന്നുണ്ട്, സ്കിൻ കുറച്ച് ഡള്ളായിട്ട് ഫീൽ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം 2 തവണയോ 3 തവണയോ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതല്ല നോർമലി ഇരിക്കുന്ന സ്കിന്നാണെങ്കിൽ 1 തവണയൊക്കെ ചെയ്താൽ മതിയാവും. ആഴ്ചയിൽ 1 ദിവസം എന്തായാലും ചെയ്യുക. നിങ്ങൾക്ക് ഒട്ടും ഫീൽ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താലും മതി കേട്ടോ. സ്ക്രബ് ചെയ്തപ്പോൾ തന്നെ നല്ല വ്യത്യാസം കാണാനുണ്ട്. അതിനുശേഷം കുറച്ച് കട്ട തൈരെടുക്കുക. പാക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിലോട്ട് കുറച്ച് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കും. ദെൻ തേനും കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ ആക്കുക. കുറച്ച് ലൂസായിട്ടുള്ള പേസ്റ്റ് ആയിരിക്കും, കാര്യം തൈരും കുറച്ച് ലൂസായിട്ടുള്ളൊരു സംഭവമാണ്, നല്ല മെൽറ്റ് ആവുന്ന, നന്നായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്മൂത്ത് ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ നമ്മൾ തേൻ ആഡ് ചെയ്യുന്നുണ്ട്, രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ അതിൻ്റെ ഒപ്പം കോഫി പൗഡറും ടേമറിക്, നമ്മുടെ മഞ്ഞളും കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ, അടിപൊളിയാണ് സ്കിന്നിന്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാക്കാണ്. ഈ പാക്ക് നിങ്ങൾക്ക് ഡെയിലി അപ്ലൈ ചെയ്യാം. നല്ലൊരു വ്യത്യാസം നമുക്ക് എന്തായാലും കാണാൻ പറ്റും. കാര്യം ഇത് ഡെയിലി അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് യാതൊരുവിധ പ്രോബ്ലം ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ തൈരാണ്, അതുപോലെ തന്നെ കോഫി പൗഡറാണ്, ഹാർഷായിട്ടുള്ള ഒരു സംഭവം നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല. വീട്ടിലുള്ള സംഭവങ്ങളാണ്, എല്ലാം കുറച്ച് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. തേനൊക്കെ നല്ല സൂത്തിങ് ഏജൻ്റാണ്. ഒരു 20 മിനിറ്റ്സ് വച്ചേക്കുക, ദെൻ വാഷ് ചെയ്യുക. നമുക്കിത് ഒരു ലോങ് ടൈമിന് നല്ല റിസൾട്ട് കിട്ടാനാണ് ഡെയിലി അപ്ലൈ ചെയ്യാൻ പറയണത്. നിങ്ങൾക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കൊരു വീക്ക്ലി 2-3 ടൈംസ് മാത്രം അപ്ലൈ ചെയ്താലും മതി. ഞാൻ ടൈമാണ് നോക്കുന്നത്. ഒരു 20 മിനിറ്റ്സ് വച്ചേക്കുക, അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്യാം. ഒത്തിരി ഡ്രൈ ആയിട്ടുണ്ടാവില്ല, കുറച്ചൊന്ന് ഡ്രൈ ആയി വരെ ഉണ്ടാവുള്ളൂ.
കണ്ടോ എന്ത് വ്യത്യാസമാണ് വന്നത് നമ്മൾ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ അമേസിങ് ആയിട്ടുള്ള ഒരു ക്ലീനപ്പ് റുട്ടീനാണ്. ദെൻ കോഫി പൗഡറും തേനും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഇത് നമ്മൾ മസാജിങ് ക്രീം പ്രിപ്പയർ ചെയ്യാണ് കേട്ടോ. നന്നായിട്ട് മസാജ് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഡെയിലി ചെയ്യുക. അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ നിങ്ങൾ സ്ക്രബിങ് എപ്പോഴൊക്കെയാണോ ചെയ്യുന്നത് ആ ഒരു ടൈമിൽ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ഫേസിനെ മസാജ് ചെയ്യുക. മസാജ് ചെയ്യുമ്പോൾ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യണം. പിന്നെ മേളിലോട്ട് വേണം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ അങ്ങോട്ട് മുകളിലോട്ട് വലിച്ചിട്ട് വേണം. ഒരിക്കലും താഴോട്ട് ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും സ്കിന്നിൽ മസാജ് ചെയ്യരുത്. ദെൻ ഈ ഒരു മസാജ് ക്രീം തന്നെ നമ്മുടെ കണ്ണിന് ചുറ്റുമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ അത് മാറാനും ഒക്കെ നല്ലതാണ്. ഈ ഒരു മസാജിങ് ക്രീം നമുക്ക് ഡാർക്ക് സർക്കിൾസിൻ്റെ അവിടെ കുറേ നേരം വെച്ചിരിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. റോസ് വാട്ടറും തേനും മഞ്ഞളും കോഫിയും ഈ 4 ഇൻഗ്രീഡിയൻസും സൂപ്പറാണ് നമ്മുടെ ഡാർക്ക് സർക്കിൾസ് മാറ്റാനായിട്ട്. സോ ഇങ്ങനെ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡാർക്ക് സർക്കിൾസ് ഉള്ള അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ട് റിസൾട്ട് ഉണ്ടാവും. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ ടിപ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇടയ്ക്കിടയ്ക്ക്. അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് പറയുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ വാഷ് ചെയ്യുകയാണ്. ഒരു 5 മിനിറ്റ് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വെച്ച് ഐസ് വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് കവർ ചെയ്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ സ്ക്രബ് ചെയ്ത് നമ്മുടെ സ്കിന്നൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടാവൂലേ, അതൊക്കെ മാറി സ്കിന്നിനെ ഒന്ന് സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഓപ്പൺ പോർട്സ് എല്ലാം തന്നെ ഒന്ന് ക്ലോസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. സ്കിന്നെ സൂത്തൻ ചെയ്യാനും വളരെ നല്ലതാണ്. ഇത് നമ്മുടെ ഏറ്റവും ഫൈനൽ സ്റ്റെപ്പായിട്ട് ചെയ്യുക. എല്ലാ ദിവസവും പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ചെയ്യുക. അടിപൊളിയാണ്. ഈവൻ നിങ്ങൾ രാവിലെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പോലും നല്ലതാണ് കേട്ടോ. നമ്മുടെ കണ്ണിന് അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടുത്തെ പഫിനെസ് എല്ലാം മാറും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോട്ടൺ തുണിയിൽ കവർ ചെയ്തിട്ട് അങ്ങനെ തണുപ്പ് മാത്രം വെച്ച് കൊടുക്കുക. ഞാൻ കുറച്ച് നേരം ആ നനവ് അങ്ങനെ തന്നെ വെച്ചിട്ടാണ് ഒന്ന് ഡ്രൈ ചെയ്ത് കൊടുക്കുന്നത്. ദെൻ നമുക്ക് നോർമലി മോയ്സ്ചറൈസർ ഇട്ട് ലോക്ക് ചെയ്യാം. കഴിഞ്ഞു. അടിപൊളിയാണ്. സൂപ്പർ സിമ്പിളായിട്ടുള്ള ഒരു ക്ലീനപ്പ് റുട്ടീനാണ്. നിങ്ങൾക്കിത് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ ഒരു ഹാർട്ടും കൂടെ കമൻറ്റ് ചെയ്തേക്കണേ. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്ലീനപ്പ് റുട്ടീനാണ്. നിങ്ങൾ പുറത്ത് പോകുന്നവരായിക്കോട്ടെ ഹൗസ് വൈഫ് ആയിക്കോട്ടെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ആർക്കാണ് ഗ്ലോയിങ് സ്കിന്ന് വേണ്ടാത്തത്? ഇതിനെ കെയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കിന്നും അതുപോലെ ഗ്ലോയിങ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. നമ്മൾ ഒരു തവണ ക്ലീനപ്പ് ചെയ്തു എന്നതുകൊണ്ടായില്ല, നമ്മൾ അത് എങ്ങനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നതിലാണ് നമ്മുടെ സ്കിന്നിന് ആ ഒരു വ്യത്യാസം മനസ്സിലാവുള്ളൂ. നേരത്തെ പറയാം എന്ന് പറഞ്ഞിരുന്ന കാര്യം, ഈ വീക്കെൻഡിൽ നമ്മൾ വർക്കിംഗ് വുമണിനും അതുപോലെ തന്നെ സ്കൂൾ കോളേജ് ഗോയിങ് ആയിട്ടുള്ള ഗേൾസിനും ബോയ്സിനും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു സ്കിൻ കെയർ ചലഞ്ച് ചെയ്യുന്നുണ്ട്. സൂപ്പർ സിമ്പിളാണ്. അടിപൊളി സിമ്പിളായിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീനാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഈ ഡേയ്സിൽ നമുക്ക് കുറച്ച് തിരക്കായിരിക്കും, നമുക്ക് എല്ലാം ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ വീക്കെൻഡ് ആകുമ്പോൾ നമ്മൾ കുറച്ച് റിലാക്സ് ചെയ്യുന്ന ടൈമാണ്. ആ ടൈം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്കിൻ കെയർ ചലഞ്ചാണ് കമ്മിങ് ഫ്രൈഡേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആവുന്നത്. ആ ഒരു ചലഞ്ച് വീഡിയോ മിസ്സാവാണ്ട് കാണണം എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഓൾ എന്ന് പറയുന്ന ബെല്ലൈക്കനിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ ഓൺ ചെയ്ത് വയ്ക്കുക. അപ്പോഴേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും, വീഡിയോ കാണാനും പറ്റും. സ്കിൻ കെയർ ചലഞ്ചുമായിട്ട് കാണാം. See you all in my next video. Till then, take care. Bye bye. Love you all.